ഹലോ. ഞാൻ കുറച്ച് വാങ്ങിച്ച മേക്കപ്പ് സാധനങ്ങൾ ഞാൻ ആർട്ട് ഡെക്കോ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്, എനിക്കറിയില്ല. അതിൻ്റെ ഒരു ലിപ്പ് ലൈനർ ആൻഡ് അതിൻ്റെ സെയിം ലിപ്സ്റ്റിക്ക് കൂടെ വാങ്ങിച്ചു. ഞാൻ ഈ ഒരു ഷെയ്ഡ് വരും. സോ ദാറ്റ്സ് ദ YSLൻ്റെ ലിപ്സ്റ്റിക്കാണ്. ദിസ് ഈസ് ലൈക്ക് വെരി എക്സ്പെൻസീവ് ആൻഡ് വെരി പിഗ്മെൻറ്റഡ്. You can see കോമ്പാക്ട് പൗഡർ മിനിമലിസ്റ്റിൻ്റെ. ദിസ് ഈസ് ഫ്രം നമ്മുടെ എന്തായിരുന്നു മിനിസോൻ്റെ ജസ്റ്റ് കോമ്പാക്ട് പൗഡർ, അത്രേ ഉള്ളൂ. ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് എനിക്കറിയില്ല. ബട്ട് ദിസ് ഈസ് വെരി ക്യൂട്ട്. നമ്മുടെ തലയിൽ ഇങ്ങനെ വയ്ക്കുന്നത്. സോ 11 AD എങ്ങാണ്ടുമാണ്. പിന്നെ ലൂയിസ് അവിടെ ചെന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ലൂയിസായിലിരുന്ന സാധനങ്ങൾ. ഇത് കുറച്ച് ഓവറായിട്ടുള്ള റിങ്ങാണ്, എന്നാലും ഇറ്റ്സ് ലൈക്ക് ഇറ്റ് ലുക്സ് നൈസ്. എനിക്കിപ്പോൾ എന്തോ റിങ്സ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കയ്യിൽ ഫുള്ള് റിങ്സ് ആയിരിക്കണം, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇങ്ങനെ ഒരു സാധനം, ഇതെന്തോ ഓഫർ എന്തോ ഉണ്ടായിരുന്നു. ടേക്ക് 3 for എന്തോ 59 AD അങ്ങനെ എന്താണ്ടോ, അങ്ങനെ വാങ്ങിച്ചാണിത്. എല്ലാ ആൾക്കാരും ഇപ്പം ഇങ്ങനത്തെ ഇയറിങ്സാണ് സംഭവം ഇടുന്നത്. ഐ ഡോണ്ട് നോ വൈ. പക്ഷേ ഇത് എൻ്റെ മറ്റേ ഉടുപ്പിൻ്റെ കൂടെ ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഈ ഇയറിങ്സ് വാങ്ങിച്ചു ഓൺലി ഫോർ സ്പെഷ്യൽ ഒക്കേഷൻ. ഇതൊന്നും ഞാൻ എല്ലാ ദിവസമൊന്നും ഇടത്തൊന്നുമില്ല. ബട്ട് ദെൻ ക്യൂട്ട്. ഷെയിൻ, ഇത് ഞാൻ ഇട്ടില്ല. വെൽ, വെരി ക്യൂട്ട്. അത് H&Mന്ന് വാങ്ങിച്ചതാണ്. ഹൂപ്സ്, ഞാൻ എൻ്റെ ലൈഫിൽ ഹൂപ്സ് ഞാൻ ഇട്ടിട്ടില്ല. മറ്റേ റൗണ്ട് സാധനമാണെങ്കിൽ എനിക്ക് ചേരത്തില്ല. എനിക്ക് ഓൾറെഡി റൗണ്ട് മുഖമായതുകൊണ്ട് ഇറ്റ് ലുക്ക് ടു മച്ച്. ഐ തിങ്ക് ഇത് ഓക്കെ ആയിരിക്കും. ഐ തിങ്ക് സോ. ആൻഡ് ഐ റിയലി ലൈക്ക് ദ മിനിമലിസ്റ്റ് ഒരു സാധനം തോന്നില്ലേ. വേറെ ഞാൻ വാങ്ങിച്ചത് ഈ 2 ബോഡി വാഷാണ്. ഇത് ഞാൻ അവിടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് ബോഡി വാഷ് ഇല്ലയെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് താഴെ ഇറങ്ങി അപ്പുറത്തെ മോളിൽ പോയി, മോളിൽ നിന്ന് കഷ്ടപ്പെട്ട് രാവിലെ അവിടെ 10 മണിക്ക് ഈ കടകളൊക്കെ തുറക്കത്തുള്ളൂ. കടകളൊന്നും തുറന്നിട്ടില്ല. ഒരു കഷ്ടപ്പെട്ടൊരു ഫാർമസി കണ്ടുപിടിച്ചു. ഫാർമസിക്കകത്ത് ഇതുണ്ടായിരുന്നു. അത് വാങ്ങിച്ചിട്ട് വലിയ കാര്യത്തിൽ എൻ്റെ റൂമിൽ വന്ന് ഇനിയെങ്കിലും കുളിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ ബാത്റൂമിനകത്ത് തുറന്നു നോക്കിയപ്പം അവിടെ ഓൾറെഡി ബോഡി വാഷും ഷാമ്പൂ എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ കിളിയായി. എന്തോ ബൈ 1 get 1 ഫ്രീ അങ്ങനെ എന്തോ ആയിരുന്നു. എന്തായാലും വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇതെന്തോ മെയ്ഡ് ഇൻ UK ആണെന്ന് തോന്നുന്നു കേട്ടോ. UKൻ്റെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് 26 AD എങ്ങാണ്ടാണ് ദിസ് വൺ. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്തു. ദിസ് സ്മെൽസ് വെരി നൈസ്, വെരി നൈസ്. പീച്ച് ആൻഡ് ആപ്രിക്കോട്ട് ഷവർ ജെൽ. ഇത് റാസ്ബെറി ഷവർ ജെൽ, നല്ല മണം. ഹീൽസ് വാങ്ങിക്കുമ്പോൾ ഞാൻ ഇവിടെ മറ്റേ ക്ലോസ്ഡ് ആയിട്ടുള്ളത് ഞാൻ വാങ്ങിക്കത്തില്ല. ബിക്കോസ് അതെനിക്ക് കാല് മുറിയും. അപ്പോൾ ഐ ഓൾവേസ് ചൂസ് ഈ സാധനം. ആൻഡ് ദിസ് ലുക്സ് നൈസ് ഫോർ മൈ ലെഗ്സ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. ദിസ് ഇസ് 75 AD എത്രയാണെന്ന് ഞാൻ കൺവേർട്ട് ചെയ്തതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ദിസ് ഇസ് വെരി ക്യൂട്ട്. ഞാൻ ഒരിക്കലും ഫ്ലാറ്റ്സ് ഇടുന്ന ആളല്ല. പക്ഷേ ഇറ്റ് സീംസ് ലൈക്ക് ഫ്ലാറ്റ്സ് ലുക്ക് ഗുഡ് വിത്ത് സർട്ടൻ ഔട്ട്ഫിറ്റ്സ്. ഹീൽസിനെ കാട്ടിയും അതെനിക്കൊരു പുതിയൊരു റെവലേഷൻ ആണ്. ഐ യൂസ് ടു ഹേറ്റ് ഫ്ലാറ്റ് ഇടുന്ന ആൾക്കാരും എനിക്ക് ഒരുമാതിരി ചപ്പട സൗണ്ട് കേൾക്കത്തില്ലേ. എനിക്കത് കണ്ണെടുത്താൽ കണ്ടുകൂടെ. അതുകൊണ്ട് ഞാനിപ്പോൾ ഫ്ലാറ്റ്സ് ഇട്ടാലും ഞാൻ പതുക്കെ നടക്കും, സൗണ്ട് ഉണ്ടാക്കാതെ നടക്കും. എനിക്കെന്തോ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. ഞാൻ ബാക്കിയുള്ളവരെ ശല്യപ്പെടുത്തുന്നു എന്നുള്ളൊരു സാധനം വരും. അതുകൊണ്ട് ഞാൻ വളരെ സൗണ്ട് കുറച്ചേ ഞാൻ നടക്കാറുള്ളൂ, അഥവാ ഫ്ലാറ്റ്സ് ഇട്ടാൽ തന്നെ. ഹീലിട്ടാൽ ഹീലിട്ടാൽ ഞാൻ ടിപ്പ് ടോസിലാണ് നടക്കാറ്. ഹീലിട്ടാലും ഞാൻ വലുതായിട്ട് എനിക്ക് സൗണ്ട് ഉണ്ടാക്കുന്ന മറ്റേ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ മാത്രമേ ഞാൻ ഹീലിട്ടാൽ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കത്തുള്ളൂ. ആൻഡ് ഞാൻ കുറേ കാലം ഷൂ മാത്രം ഇട്ട് നടന്ന ആളാണ്. അപ്പം ഷൂ സൗണ്ടൊന്നും ഉണ്ടാകാത്ത. അപ്പം എനിക്ക് പെട്ടെന്ന് ഈ ഹീലും ഫ്ലാറ്റും ഒക്കെ ഇടുമ്പോൾ എനിക്ക് തന്നെ ഒരു ഡിസ്റ്റർബൻസ് ആണ്. ഞാൻ എന്നെ തന്നെ ഡിസ്റ്റർബ് ചെയ്തു, ഞാൻ ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്തു. എന്തൊരു കഷ്ടം. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷനാണ്. വെരി കംഫർട്ടബിൾ, വെരി സോഫ്റ്റ്. ഈ കളർ ആക്ച്വലി അവിടെ കറക്റ്റായിട്ട് കാണുന്നില്ല സംഭവം. അത് ഈ ലൈറ്റിൻ്റെ കുഴപ്പമാണെന്നാണ് തോന്നുന്നത്.
സോ ഇത് ഞാൻ വാങ്ങിച്ചായിരുന്നു. പക്ഷേ ദിസ് ഇസ് വെരി എക്സ്പെൻസീവ്, സം 95 AED ഓർ സംതിങ്. ഈ നൈറ്റ് സൂട്ടിന് വെരി എക്സ്പെൻസീവ് ആൻഡ് വെരി ക്യൂട്ട്. അപ്പം ഈ ഇതും മറ്റേ ഇയറിങ്സ് ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നോ, അതുകൊണ്ട് ഇതും സംഭവം ഇത് ആണ് കളറ്. എനിക്ക് സംഭവം എന്തോ ഈ കളർ ചേരുമെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഈ പീച്ച് എന്താ പറയുക, പേസ്റ്റൽ കളേഴ്സ് ചേരത്തില്ല ചിലപ്പോൾ. എനിക്ക് ചിലപ്പോൾ മറ്റേ പച്ച പേസ്റ്റൽ കളർ ഉണ്ടല്ലോ, ചിലപ്പോൾ ചേരത്തില്ലായിരിക്കും. പക്ഷേ ഇത് സംഭവം ഇറ്റ് ലുക്സ്, കണ്ടോ വ്യത്യാസം കണ്ടോ? ഇറ്റ്സ് ലൈക്ക് ദിസ് ഈസ് പ്യുവർ ബ്ലാക്ക്, എനിക്ക് സംഭവം എനിക്ക് എന്തോ ഒരു ചേരുന്നുണ്ട് സംഭവം, എനിക്കറിയില്ല. സോ അതുകൊണ്ട് വാങ്ങിച്ചതാണ്. ആൻഡ് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഉടുപ്പാണ്, അതുകൊണ്ട് അങ്ങ് വാങ്ങിച്ചു. മിനിസോയെന്ന് ഈ ഒരു കപ്പാണ്, അതൊന്ന് പൊട്ടിക്കട്ടെ. എത്ര പേരുണ്ട് ഇതിനകത്ത്? അത് ഭയങ്കര സൂക്ഷിച്ച് ഇങ്ങനെയൊക്കെ തുറക്കുന്ന ആൾക്കാർ, സൂക്ഷിച്ചൊക്കെ തുറക്കുന്നത് ഇങ്ങനെ. ഞാൻ എല്ലാം ഭയങ്കര സൂക്ഷിച്ചൊക്കെ തുറക്കത്തുള്ളൂ സംഭവം, എനിക്കറിയത്തില്ല. ചില ആൾക്കാർ ഞാൻ എന്തെങ്കിലും പ്രസൻറ്റോ ഗിഫ്റ്റോ എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കുന്നതാണ്, വാലിച്ച് കീറിയോ ഒന്നും പറയണ്ട. ഞാനിങ്ങനെ പതുക്കെയൊക്കെ സൂക്ഷിച്ചൊക്കെ കേട്ടോ പൊട്ടിക്കുന്നത്, എന്താണെന്നറിയത്തില്ല. ഞാനങ്ങനെ ക്യൂട്ട് കപ്പ്. ലൈഫ് ഇസ് ഫോർ ഫൺ. ഇങ്ങനെ ഒരു ക്യൂട്ട് കപ്പ്. എനിക്ക് ലൈറ്റ് കട്ടൻ ചായ കുടിക്കാൻ ഇതെനിക്ക് ഭയങ്കര ക്യൂട്ടായി തോന്നിയതുകൊണ്ട് വാങ്ങിച്ചതാണേ. ഇതെന്തിനാണ് വാങ്ങിച്ചതെന്ന് എനിക്കറിയില്ല. ആൻഡ് ഇറ്റ് ലുക്സ്, എനിക്ക് സത്യമായിട്ടും എനിക്കറിയില്ല. ഇത് ഏതോ കാശ്മീരി ഒരു കട ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഓഫർ തരാമോ കൂടുതൽ വാങ്ങിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പം എന്നാൽ പിന്നെ അതും കൂടെ എടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഓഫർ കിട്ടാൻ വേണ്ടി വാങ്ങിച്ച സാധനങ്ങളാണിത്. ഇതും വേറെ കുറച്ച് മറ്റേ ഫ്രിഡ്ജ് മാഗ്നറ്റും സാധനങ്ങളും ഒക്കെ, അതൊക്കെ ഒന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല. അപ്പം അങ്ങനെ വാങ്ങിച്ചതാണിത്. ആൻഡ് ഇതാണ് ഞാൻ ആ കാശ്മീരി ആ സ്ഥലത്തു നിന്ന് വാങ്ങിച്ചത്. ഇട്ട് നോക്കുമ്പോൾ എനിക്കിവിടെ ഈ നെക്കിൻ്റെ ഇവിടെ ലൂസാണ്. അപ്പോൾ എനിക്കിവിടെ എന്തെങ്കിലും അടിക്കണം, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വെക്കണം, അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഇത് ഞാൻ സെറ്റായിട്ട് ഞാൻ എടുത്തില്ല, സെപ്പറേറ്റായിട്ട് ഞാൻ എടുത്തുള്ളൂ. ഈ സെയിം പാറ്റേണിലുള്ള പാൻറ്റും ഉണ്ട്. ഈ പാൻറ്റും വേറെ ഏതെങ്കിലും ടോപ്പ് ഞാൻ ഇടും, രണ്ടും കൂടെ ഒരുമിച്ച് ഞാൻ ഇടുമെന്ന് തോന്നുന്നില്ല. സോ അങ്ങനത്തെ പാൻറ്റ്. ഇത് ഞാൻ ഇട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ 2-3 പേരൊക്കെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഡ്രസ്സ് കൊള്ളാൻ കേട്ടോ. ഇതും സാധാ നമ്മുടെ ജീൻസും കൂടെ, നമ്മുടെ വൈഡ് ലെഗ് ജീൻസും കൂടെ ഇട്ട്. പിന്നെ വേറെ ഒരു ഉടുപ്പ് വാങ്ങിച്ചത് ഇതാണ്. യു ക്യാൻ സീ പ്രോപ്പർലി, ഞാൻ ക്ലോസ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതൊരു ക്രീം കളറാണ്, ഓഫ് വൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ക്രീം കളർ ഒരു ഉടുപ്പാണ്. ഓക്കെ, ഒരു കോട്ടാണ്. അയ്യോ, എൻ്റെ ലിപ്സ്റ്റിക് ഇതിലായി. എന്തെങ്കിലും മീറ്റിംഗ് എന്തെങ്കിലും അവർ വീഡിയോ ഓൺ ചെയ്തിരിക്കാൻ പറയുകയാണെങ്കിൽ പെട്ടെന്ന് എടുത്തിടാൻ. ഇത് 149 AED ഉണ്ട്. സോ ഇത്തരം സാധനങ്ങളൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത് ഗൈസ്. അപ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സ്റ്റേ ട്യൂൺഡ്.